ദൈവത്തിന് സ്തോത്രം. വീണ്ടും ദൈവത്തിൻ്റെ വചനവുമായി ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ അടുത്തേക്ക് വരുവാൻ സർവ്വവല്ലഭനായ ദൈവം ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായി നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം കരയറ്റുകയും ചെയ്യുന്നു. ഒരു പാട്ടിൻ്റെ 2 വരികൾ പാടട്ടെ. ഇന്നു കണ്ട മിസ്രൈം ഇനി കാണുകയില്ല, ഇന്നു കണ്ട കഷ്ടം ഇനി വരികയില്ല, ഇന്നു കണ്ട മിസ്രൈം ഇനി കാണുകയില്ല, ഇന്നു കണ്ട കഷ്ടം ഇനി വരികയില്ല. സ്തോത്രം. ഇന്ന് കണ്ട കഷ്ടം ഇനി കാണുകയില്ല. ദൈവം പറയുന്നു, ഈ മിസ്രൈമിനെ നീ ഇനി കാണുകയില്ല, ഈ കഷ്ടം നീ ഇനി കാണുകയില്ല. സ്തോത്രം. ഇന്ന് പകൽക്കാലത്തെ ഈ വചന ചിന്തയ്ക്കായി ആധാരമായി പരിശുദ്ധാത്മാവ് എന്നെ ഫലമേൽപ്പിച്ചത് പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ നിന്ന് ചില സന്ദേശങ്ങളാണ്. ഈ വചനത്തിൻ്റെ ഈ വേദഭാഗത്തിൻ്റെ പശ്ചാത്തലം ഒന്ന് പറയുകയാണെങ്കിൽ 430 വർഷത്തെ ദൈവജനത്തിൻ്റെ മിസ്രൈമിലെ പ്രവാസ ജീവിതം കഴിഞ്ഞ് യഹോവയായ ദൈവം ശക്തനായ മോശയും അഹരോന്റെയും നേതൃത്വത്തിൽ ഈ ജനത്തെ പുറപ്പെടുവിച്ച് ചെങ്കടലിൻ്റെ അരികെ വരെ കൊണ്ടുപോകുന്ന വേദഭാഗമാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ചെങ്കടലിന്റെ മുൻപിൽ അവരെത്തുന്നു. അതിൻ്റെ 13-ാം അധ്യായത്തിൽ പുറകോട്ട് നാം വായിക്കുമ്പോൾ 6 ലക്ഷം പുരുഷന്മാരെന്നാണ് കാണുന്നത്, കുട്ടികളെ കൂടാതെ എന്ന്. അത്ര ഒരു വലിയ ജനസമൂഹത്തെ ചെങ്കടലിന്റെ മുൻപിൽ വരെ യഹോവയായ ദൈവം മോശയുടെയും അഹരോന്റെയും നേതൃത്വത്തിൽ ഞാൻ പറഞ്ഞതുകൊണ്ട് എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. സ്തോത്രം. അവിടെ 15-ാം വാക്യവും 16-ാം വാക്യവും 17-ാം വാക്യത്തിൽ 14-ന്റെ നാം കാണുമ്പോൾ ദൈവം അവിടെ ചെയ്ത ഒരു മഹാപ്രവൃത്തിയുടെ തുടക്കം അവിടെ നമ്മൾ കാണുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആ വേദഭാഗങ്ങൾ ഇങ്ങനെ കാണുന്നു. ദൈവത്തിന് അവിടെ 2 ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. ഈ ജനത്തെ ചെങ്കടലിന്റെ മുൻപിൽ കൊണ്ട് നിർത്തിയിട്ട് ദൈവം പഠിപ്പിക്കാൻ ആഗ്രഹിച്ച 2 ഉദ്ദേശങ്ങൾ. ഒന്നാമത്തെ ഉദ്ദേശം, ശത്രു അറിയണം ദൈവത്തിന്റെ ജനത്തിനു വേണ്ടിയുള്ള ദൈവത്തിന്റെ കരുതൽ. രണ്ടാമത്, ദൈവത്തിന്റെ ജനം അറിയണം ദൈവത്തിന് അവരോടുള്ള ദൈവിക കരുതൽ. ഇതിലൂടെ ദൈവത്തിന്റെ നാമം മഹത്തമായി തീരണം എന്ന് വ്യക്തമായി ആ വേദഭാഗങ്ങളിൽ 17-ഉം 18-ഉം വാക്യങ്ങളിൽ ഇപ്രകാരം കാണുന്നു. ആ വേദഭാഗങ്ങൾ തുടർന്ന് നാം മുൻപോട്ട് ചിന്തിക്കുമ്പോൾ അവിടെ ഈ ജനം പ്രഭാതയാമം വരെ ചെങ്കടലിന്റെ മുൻപിൽ വന്ന് നിൽക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അവരുടെ ഹൃദയം വല്ലാതെ പരിഭ്രമിച്ചിട്ട് അവർ മോശയുടെ നേരെ പിറുപിറുക്കുന്നു. അവർക്ക് മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകണമെന്നുള്ള ആശ അവരുടെ ഹൃദയത്തിൽ വരുന്നു. നിരാശ അവരുടെ ജീവിതത്തിൽ വരുന്നു. ഇറങ്ങി തിരിക്കണ്ടായിരുന്നു എന്നുള്ള ചിന്തയൊക്കെ അവരുടെ ഹൃദയത്തിൽ വന്നു. അവിടെ മോശ ദൈവത്തോട് നിലവിളിക്കുന്നു. യഹോവയായ ദൈവം മോശയോട് സംസാരിക്കുന്നു, ജനത്തോട് മുൻപോട്ട് പോകാൻ പറക. സ്തോത്രം. അങ്ങനെ മോശ ദൈവത്തിന്റെ വാക്ക് കേട്ടിട്ട് ജനത്തെ മുൻപോട്ട് നയിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. അവിടെ ചെങ്കടലിന്റെ മുൻപിൽ വരുമ്പോൾ പ്രത്യേകമായി പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തോട് സംസാരിച്ച് എന്നെ കാണിച്ചു തന്ന 2-3 മറപ്പൊരുളുകളായ ദൈവിക മർമ്മങ്ങൾ ഞാൻ നിങ്ങളോട് പറയട്ടെ. അവിടെ കാണുന്നു, അവരുടെ മുൻപിൽ ഉണ്ടായിരുന്ന ദൈവത്തിന്റെ ദൂതൻ മിസ്രൈം സൈന്യം ഇസ്രായേൽ ജനത്തിന്റെ അടുത്തേക്ക് ശക്തിയോടെ കടന്നു വരുമ്പോൾ മുമ്പിൽ നിന്നിരുന്ന ദൂതൻ മുമ്പിൽ നിന്നും മാറി പുറകിൽ പോയി നിന്നു. ദൈവത്തിന് സ്തോത്രം. അതിനുശേഷം കാണുന്നു, മേഘസ്തംഭം മുമ്പിൽ നിന്നും മാറി അവരുടെ പുറകിൽ പോയി നിൽക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ദൈവിക പ്രൊട്ടക്ഷൻ അല്ലേ ദൈവമക്കളെ നാം കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്.
സ്തോത്രം. ഇവിടെ ഈ ജനം വല്ലാതെ ഭയപ്പെടുകയാണ്. അവരുടെ മുൻപിൽ നടക്കുന്ന സംഭവം എന്താണെന്ന് കേൾക്കണോ? രാത്രി മുഴുവനും വലിയ കിഴക്കൻ കാറ്റ് അവരുടെ മുൻപിൽ അടിപ്പിച്ചിട്ട് എന്താണ് അവിടെ സംഭവിക്കുന്നത്? അവരുടെ മുൻപിൽ ഒരു പെരുവഴി ദൈവത്തിന് ഈ ചെങ്കടലിൽ അവർക്ക് വേണ്ടി തുറന്നു കൊടുക്കണം. രാത്രി മുഴുവനും ഈ കിഴക്കൻ കാറ്റ് ആ സമുദ്രത്തിലേക്ക്, ചെങ്കടലിലേക്ക് അടുപ്പിച്ചിട്ട് അവരുടെ മുൻപിൽ ഒരു കോൺക്രീറ്റ് പാതയെന്ന് പറയത്തക്കതുപോലെ ഈ ജനത്തിന് നടന്നു പോകാൻ ഒരു പാത ദൈവം ഒരുക്കുകയാണ്. പക്ഷേ ഈ ജനത്തിന് അത് കാണാനോ അത് കേൾക്കാനോ അത് മനസ്സിലാക്കാനോ കഴിയുന്നില്ല. അവരുടെ മുൻപിലുള്ള കാറ്റിനെയാണ് അവർ കാണുന്നത്. അവരുടെ മുൻപിലുള്ള പ്രതികൂലത്തെയാണ് അവർ കാണുന്നത്. അവരുടെ മുൻപിലുള്ള ചെങ്കടൽ മാത്രമാണ് അവർക്ക് കാണുവാൻ കഴിയുന്നത്. പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോഴോ വലിയ ശത്രു സൈന്യം അവരെ ആക്രമിക്കാനായി പുറകിൽ, മുമ്പിൽ യാതൊരു രക്ഷയ്ക്കും വാഗ്ദത്തം നടക്കാൻ യാതൊരു സാധ്യതയും മുൻപിൽ കാണാതെ ഒരിക്കലും നടക്കയില്ല, ഒരിക്കലും സാധിക്കയില്ലെന്ന് അവരുടെ ഹൃദയം തളർന്നു പോകുന്നത് പോലെ ഒരു പ്രത്യേകമായ അനുഭവത്തിൽ അവർ എത്തിച്ചേരുകയാണ്. ഞാൻ എൻ്റെ ഹൃദയത്തിൽ അവർ കടന്നുപോയ ആ അനുഭവത്തെ കുറിച്ച് ഇങ്ങനെ ആഴമായി ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നമ്മുടെ ജീവിതത്തിലും ഇപ്രകാരമുള്ള അനുഭവങ്ങൾ കടന്നു വരാറില്ലേ? ദൈവത്തിന്റെ വാക്ക് കേട്ട് നാം ഇറങ്ങിത്തിരിച്ചു, വാഗ്ദത്തം കേട്ട് നാം ഇറങ്ങിത്തിരിച്ചു, ദൈവത്തിന്റെ വാക്കുകൾ കേട്ട് നാം ഇറങ്ങിത്തിരിച്ചു, മിസ്രൈമിൽ നിന്ന് നാം ഇറങ്ങിത്തിരിച്ചു. എല്ലാം നന്നായി പോകുമെന്നോർത്ത് ചില ചുവടുകൾ നാം വെച്ചു. എന്നാൽ ചെങ്കടലിന്റെ മുൻപിൽ നാം ഇന്ന് വന്നിരിക്കുകയാണ്. പുറകോട്ട് നോക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വരുന്നത് എന്താണ്? ദൈവമേ, ഞാൻ ലജ്ജിച്ചു പോകുമോ? ഈ ശത്രുവിന്റെ മുൻപിൽ ഞാൻ തല താഴ്ത്തേണ്ടി വരുമോ എന്ന് പലപ്പോഴും ചിന്തിക്കത്തക്ക പോലെ ഉള്ള അനുഭവങ്ങൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വരാറില്ലേ? മുൻപോട്ട് നോക്കിയാലും പ്രതീക്ഷയ്ക്ക് യാതൊരു വകയുമില്ല. കിഴക്കൻ കാറ്റിങ്ങനെ അടിക്കുകയാണ്. ഈ അലയും ഈ കടലും ഈ തിരമാലയും എന്നെ മുക്കിക്കളയും, മുൻപിൽ ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ലെന്ന് ചിന്തിക്കുന്ന ഏതെങ്കിലും ഒരു ദൈവ പൈതൽ ഈ വചനം കേൾക്കുന്നെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, ഒരല്പം ക്ഷമിച്ചാട്ട്, ഒരല്പം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്താട്ട്. ഇവിടെ ഒരു ദൈവപ്രവൃത്തി നടക്കാൻ പോകുകയാണ്. ഒരല്പം കൂടെ ഒന്ന് പേഷ്യൻ്റായിട്ട് നിന്നാട്ട്. ഗീവ് അപ്പ് ചെയ്യരുത്, മടങ്ങി പോകരുത്, തിരിഞ്ഞു നോക്കരുത്, അവിടേക്ക് മടങ്ങി പോകുന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കരുത്. ഈ വാഗ്ദത്തം വിട്ടുകളയുന്നതിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുക പോലും ചെയ്യരുത്. ഇതാ ദൈവം ചില പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യാമങ്ങൾ മുമ്പോട്ട് പോയി അല്ലേ? സമയങ്ങൾ മുൻപോട്ട് കടന്നുപോയി അല്ലേ? ഒത്തിരി സമയം കഴിഞ്ഞു പോയെന്ന് നിങ്ങൾക്ക് തോന്നുന്നു അല്ലേ? അല്ല കേട്ടോ, അല്ലവേ അല്ല. വലിയ ദൈവപ്രവൃത്തി സമുദ്രത്തിൽ ചെയ്യുകയാണ്. എന്തെന്നറിയാമോ? എന്നെയും നിങ്ങളെയും പേടിപ്പിച്ച, ഭയപ്പെടുത്തിയ ആ തിരമാല നമ്മളുടെ ചുറ്റും മതില് പോലെ നിൽക്കാൻ പോകുകയാണ്. ഉണങ്ങിയ നിലത്തിലൂടെ നമ്മൾക്ക് ലഭിച്ച വിടുതൽ ചരിത്രങ്ങളായി മാറത്തക്ക പോലെ ദൈവിക വാഗ്ദത്തങ്ങൾ നമ്മൾ പ്രാപിച്ചെടുക്കുന്നത് പോലെ ഒരല്പവും കൂടെ ഒന്ന് ക്ഷമിച്ചാട്ടെ, ഒരല്പവും കൂടെ ഒന്ന് നിന്നാട്ടെ. ഇതാ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നു. അതിന്റെ അവസാന വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ 25ഉം 26ഉം വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ എന്നെ വളരെ സന്തോഷിപ്പിച്ച ഒരു വാക്യം അവിടെ ഉണ്ട്. പ്രഭാതയാമത്തിൽ യഹോവയായ ദൈവം മിസ്രൈം സൈന്യത്തെ നോക്കി എന്നെയും നിങ്ങളെയും തകർക്കാൻ, ഞെരുക്കി കളയാൻ ഒത്തിരി നേരം അനുവദിക്കത്തില്ല കേട്ടോ, ഒത്തിരി നാളുകൾ അനുവദിക്കത്തില്ല കേട്ടോ. നമ്മുടെ വാഗ്ദത്തം നമ്മൾക്ക് തരേണ്ടത് വാഗ്ദത്തം ചെയ്ത ദൈവത്തിന് നിർബന്ധമാണ്. ദൈവത്തിന് സ്തോത്രം. ഒത്തിരി വെയിറ്റ് ചെയ്യണ്ട. പ്രഭാതയാമത്തിൽ യഹോവയായ ദൈവം അഗ്നിസ്തംഭത്തിൽ, മേഘസ്തംഭത്തിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ ആ ജനം ഇസ്രായേൽ മക്കളുടെ അടുത്ത് വന്നു നിൽക്കുന്നത് പോലെ ഉള്ള അനുഭവം കണ്ടപ്പോൾ
യഹോവയുടെ കണ്ണ് അവരെ നോക്കുമ്പോൾ അവരെ നിലവിളിച്ചുകൊണ്ട് ഇങ്ങനെ പറയുകയാണ്, ദേ നമുക്ക് മടങ്ങിപ്പോകാം, കാരണം യഹോവ തന്റെ ജനത്തിനു വേണ്ടി യുദ്ധം ചെയ്യും. ദൈവപൈതലേ, നിനക്ക് വേണ്ടി, താങ്കൾക്ക് വേണ്ടി, സഹോദര സഹോദരി, പൈതലെ, ഭാരപ്പെടുന്ന ദൈവപൈതലേ, നിങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് മാനുഷിക കരങ്ങളല്ല, യഹോവയായ ദൈവം തന്നെ നമ്മൾക്ക് വേണ്ടി യുദ്ധം ചെയ്ത്, യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. ഒരു ഉണങ്ങിയ നിലം നിങ്ങളുടെ മുൻപിലുണ്ട്. നിങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു ഉണങ്ങിയ പാത ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാനുഷിക ബുദ്ധിയിൽ എനിക്കും നിങ്ങൾക്കും അത് മനസ്സിലാകത്തില്ല ദൈവമക്കളെ. മാനുഷിക യുദ്ധത്തിൽ, മാനുഷികമായ ബുദ്ധിയിൽ ഈ സംഘർഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇതൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. എനിക്കാണ് പകലുള്ളത്, എനിക്കാണ് രാത്രിയുള്ളത്. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല, സദാസമയവും തന്റെ പൈതലിനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വാഗ്ദത്തമില്ലേ തപ്പെടുക്കുമെന്ന്? വാഗ്ദത്തമില്ലേ നൃത്തം ചെയ്യുമെന്ന്? വാഗ്ദത്തമില്ലേ ഒരു കൂട്ടം ജനത്തെ അക്കരെ കടത്തുമെന്ന്? നിരാശപ്പെട്ടു പോകരുത്, പ്രതികൂലങ്ങളിൽ പതറിപ്പോകരുത്. പ്രഭാതയാമത്തിൽ യഹോവയായ ദൈവം നോക്കിയിട്ട് അവരെ ചിതറിച്ച് കളയുകയാണ്, അവരെ മടക്കി അയക്കുകയാണ്, തന്റെ ജനത്തിനു വേണ്ടി ഒരു പെരുവഴി ഒരുക്കുകയാണ്. ഇന്ന് പകൽക്കാലം ഈ വചനം ശ്രദ്ധിച്ച ഓരോ വ്യക്തികളോടും ദൈവത്തിന്റെ ആത്മാവിന് ഇപ്രകാരം സംസാരിക്കാനും ഗീവ് അപ്പ് ചെയ്യരുത്, തിരിഞ്ഞു നോക്കരുത്, പുറകോട്ട് പോകരുത്, വിട്ട് കളയരുത് വാഗ്ദത്തം. ഇതാ ഒരു പെരുവഴി നിങ്ങളുടെ മുൻപിൽ ദൈവമായ കർത്താവ് ഒരുക്കുന്നു. ഒരു ശത്രു നിന്റെ ദേഹത്തു തൊടാൻ, നിന്നെ തകർത്ത് കളയാൻ അനുവദിക്കാതെ മുമ്പിൽ നിന്ന ദൈവത്തിന്റെ ദൂതൻ, ഈ വേദഭാഗം നിങ്ങൾ വായിച്ചു നോക്കണം, മുമ്പിൽ നിന്നും മാറി പുറകിൽ പോയി നിന്നു. ശത്രു അടുത്തു വരാതെ വണ്ണം ഹെവൻലി പ്രൊട്ടക്ഷൻ കൊടുത്തുവെങ്കിൽ നാമും നമ്മൾക്കും ദൈവമായ കർത്താവ് ഇപ്രകാരം നമ്മുടെ വാഗ്ദത്തങ്ങൾ നിവർത്തിച്ച് നമുക്ക് വേണ്ടി ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത പെരുവഴി, ഇന്നുവരെ കേട്ടിട്ടില്ലാത്തത്, ഇന്നുവരെ അനുഭവിച്ചിട്ടില്ലാത്തത് ചിലത് നമ്മൾക്ക് വേണ്ടി 2025 പ്രാരംഭങ്ങളിൽ ചെയ്യാൻ യഹോവയായ ദൈവം ആഗ്രഹിക്കുന്നു. അതിനായി ക്ഷമയോടെ, പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ, വലിയ വിശ്വാസത്തോടെ നമുക്ക് കാത്തിരിക്കാം. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെല്ലാം അനുഗ്രഹിക്കട്ടെ, നമ്മളെ ആശീർവദിക്കട്ടെ. ഞാൻ ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ വചനം കേട്ട സകല വ്യക്തി ജീവിതങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച ഇന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ചെങ്കടലിന്റെ മുൻപിൽ വന്ന് നിൽക്കുന്ന ജനമുണ്ട്. ഈ വചനം കേൾക്കുന്നവർ, പുറകിൽ ശത്രു സൈന്യം, വഴിയിൽ നിങ്ങളെ കൊണ്ട് കൊന്നുകളയാനാണോ ദൈവം നിങ്ങളെ കൊണ്ട് ഇറക്കിക്കൊണ്ട് വന്നെന്ന് ചോദിക്കുന്നത് പുറകിലുണ്ട്. മുൻപിൽ വലിയ ചെങ്കടലാണ്, ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് ആകുലപ്പെടുത്തുന്ന അനുഭവങ്ങളുണ്ട്. എന്നാൽ ദൈവമേ, ഈ ദിവസങ്ങളിൽ ദൈവം അവർക്ക് വേണ്ടി ഒരു പെരുവഴി സമുദ്രത്തിൽ ഒരുക്കി കൊടുത്ത് തപ്പെടുത്ത് നൃത്തം ചെയ്യത്തക്ക പോലെ, ഹല്ലേലൂയ, ഈയം പോലെ പെരുവെള്ളത്തിൽ ശത്രുവിനെ താഴ്ത്തിക്കളഞ്ഞ് അവരുടെ രഥചക്രങ്ങളുടെ ഓട്ടം താറുമാറാക്കി ദൈവജനത്തിന് വലിയ വിടുതലും ആശ്വാസവും ദൈവം നൽകി കൊടുക്കുന്നതിനാൽ സ്തോത്രം. അവിടുന്ന് പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുപ്പച്ചന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.